2009 മോഡൽ 10 രജിസ്ട്രേഷൻ ഓൾട്ടോ LXi. ഇത് 2012 മോഡൽ ഡിസയർ LDI ആണ്. ബേസ് മോഡലാണ് ഇത്. ബേസ് ആണ്. നമ്മൾ മുമ്പേ കണ്ടത് VDI, ഇത് LDI. 2010 മോഡൽ i10 ഓട്ടോമാറ്റിക് ആണ്, സ്പോർട്സ് ആണ് വണ്ടി. ഇത് 2013 മോഡൽ ഡസ്റ്റർ ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, എയർ ബാഗ് ABS എല്ലാം വരുന്ന വണ്ടി. ഇത് 2013 മോഡലാണ്. ആൾട്ടോ K10 1000cc വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 2023 കാറ്, ഫുൾ ഓപ്ഷൻ വണ്ടി, 4x4 ഡീസൽ, സിംഗിൾ ഓണർഷിപ്പ്, 10,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതേ ഊറംവിള എന്ന് പറയുന്ന ചാത്തന്നൂർ ഭാഗത്താണ്. അതായത് കൊല്ലം ജില്ല തന്നെയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന റിയൽ യൂസ്ഡ് കാസിലാണ് വന്നേക്കുന്നത്. നമ്മൾ റൗണ്ട് ചെയ്യുന്ന എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ വിശ്വസിച്ചെടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു സ്ഥാപനമാണ്. വലുതായിട്ട് മിസ്റ്റേക്സ് ഉള്ള വണ്ടികളോ അങ്ങനെയുള്ള ഇടിച്ച വണ്ടികളോ അങ്ങനെയുള്ള ഒന്നും ഇവരെടുക്കാറില്ല. അത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെടുക്കാവുന്ന നല്ലൊരു സ്ഥാപനമാണ്. അപ്പോൾ നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാതരം പ്രേക്ഷകരെയും, താർ ഉൾപ്പെടെ കിടപ്പുണ്ട്, അങ്ങനെയുള്ള എല്ലാ വണ്ടികളും നോക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ അടിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണരുത് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റായിട്ട് പറഞ്ഞായിരുന്നു നമ്മൾ മുഴുവനും കാണാറുണ്ട് സനൂപേന്ന്. അങ്ങനെ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്, പിന്നെ നിങ്ങൾ എല്ലാം വില കുറഞ്ഞ വണ്ടികളുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ വണ്ടികളുടെ ഷോപ്പുകൾ നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നിടത്തോളം നിങ്ങൾക്കത് ഞങ്ങൾ കിട്ടുന്നിടത്തോളം നമുക്ക് തരാം. അപ്പം ഇല്ലാത്തത് എങ്ങനെ തരാൻ പറ്റും? അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഷോപ്പിൽ തന്നെ ആഴ്ച മാറി പോയി എടുത്ത വണ്ടികളുടെ തന്നെ ലിസ്റ്റ് എടുത്ത് വീണ്ടും തരുന്നതിന് അത് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് നമ്മൾ എല്ലാ മാസവും ഒരു വട്ടം ഒരു ഷോപ്പ് എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാശ് കൂടിയതും കാശ് കുറഞ്ഞതും മിഡിലായിട്ടുള്ള എല്ലാ തരം വീഡിയോകളും വരും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ആൾക്കാർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും ഇതും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോഴേ വണ്ടികളുടെ വിലവിവരവും കാര്യങ്ങളൊക്കെ സ്ഥിരം പറഞ്ഞു തരുന്ന നമ്മളെ സുഹൃത്ത് വന്നിട്ടുണ്ട്, വൈശാഖ് അല്ലേ? വൈശാഖ് തന്നെ, കറക്റ്റാണ്. അപ്പോൾ ആദ്യം ഈ സ്ഥാപനം എവിടെയാണെന്നൊന്ന് വ്യക്തമാക്കിയോ. ഞാൻ സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് തിരിച്ചറിയാവുന്ന രീതി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞു. ഇത് പെട്ടെന്ന് തിരിച്ചറിയുന്ന വെച്ചാൽ സ്റ്റാൻഡിൻ്റെ അവിടെ, KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. സ്ഥലം ഊറാംവിള. ഊറാംവിളയാണ് ശീമാട്ടിക്ക് ചാത്തന്നൂർ ഇടയിലുള്ള സ്ഥലമാണ്. പിന്നെ LM മാളിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം, ചാത്തന്നൂർ LM മാള്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിടക്കുന്ന പുതിയ സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്ര രൂപ തൊട്ടൊക്കെ തുടങ്ങുന്ന വണ്ടികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്നത് വെച്ചാൽ 1,20 തൊട്ടൊക്കെ തുടങ്ങുന്ന വണ്ടികളാണ് കിടക്കുന്നത്. 1,20 തൊട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് എത്തി കുറവാണ് നമ്മുടെ കയ്യിൽ, എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ 10-20 വണ്ടിക്ക് അടുപ്പിച്ചുണ്ടല്ലോ, എന്നിട്ട് സ്റ്റോക്ക് കുറവെന്നാണോ പറയുന്നത്? ഇത്രയും വണ്ടി പോരാ, ഇതിൽ നിന്ന് നിറയണം. നമുക്ക് ഇത്രയും വണ്ടി പോരാ, നിങ്ങൾക്ക് ഇത്രയും വണ്ടി മതിയായിരിക്കും. നമുക്ക് നിറയണം, കട നിറഞ്ഞു കിടക്കാം. കസ്റ്റമേഴ്സ് ഒന്ന് കണ്ട ഏതെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകത്തുള്ളൂ. ഒരു ഉദ്ദേശിച്ച് വരുന്ന വണ്ടി കാണത്തില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി അവർ എടുത്തോണ്ട് പോകും. അതെ, ഒരുപാട് വണ്ടി ഉണ്ടെങ്കിൽ ഒരു 4-5 വണ്ടി ഇട്ടിട്ട് നമ്മൾ കച്ചവടം നടക്കത്തില്ല. ഒരുപാട് വണ്ടി കട നിറഞ്ഞു കിടക്കണം വണ്ടികൾ. നടക്കട്ടെ. അപ്പം എങ്ങനെയാണ് റേറ്റ്? എത്ര നമ്മൾ തുടങ്ങുന്ന ഇത്തവണത്തെ വണ്ടികളുടെ? 1,20 തൊട്ട് 31 ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട് നമ്മുടെ നിലവിൽ കിടപ്പുണ്ട്. ഓ, അതാണോ? ഓട്ടോമാറ്റിക് വരെ കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ഓക്കെ. 2022 മോഡൽ i20 മാഗ്ന, രണ്ടാമത്തെ ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല വണ്ടിക്കകത്ത്. നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ. 40 ഓടിയിട്ടുണ്ട്. 2022 മോഡൽ, സിംഗിൾ ഓണർ. ടയർ ടയർ തന്നെയാണ്, ഫസ്റ്റ് ടയറാണ് നിൽക്കുന്നത്. ടയർ ഒന്നും മാറിയിട്ടില്ല. ആവറേജ് ടയർ. ഏകദേശം ഒരുവിധമൊക്കെ മാറാറായി വരുന്നുണ്ട് ടയറുകളെല്ലാം. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 18 to 20 വരെ മൈലേജ്. അത്രേ ഉള്ളൂ. ഓക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 660. 660. എത്ര നമുക്ക് ഇറക്കാം? ഇതൊക്കെ നമുക്ക് ഒരു 10-70 വണ്ടി ഇറക്കാം. 70. 5 വർഷം ലോൺ. 6 നമുക്ക് ഫിനാൻസ് കിട്ടും വണ്ടിക്ക്. 5 വർഷം ലോൺ. ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന ഇയോൺ ആണ്. മാഗ്ന പ്ലസ് ആണ്. ഓപ്ഷണൽ വണ്ടിയാണ്. എയർ ബാഗ് വരുന്ന ടൈപ്പാണ് വണ്ടി വരുന്നത്. എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്റീരിയർ ആക്കാൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. പക്കാ ക്വാളിറ്റിയാണ് വണ്ടി.
എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്കും 2.45, 2.75 ചോദിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. 2-2.25 രൂപ വണ്ടിക്ക് ലോൺ കിട്ടും. ഒരു 10-50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. IDV ഉണ്ട് വണ്ടിക്ക്. 2 ലക്ഷത്തിന് മേലെ IDV അടക്കമുണ്ട് വണ്ടിക്ക്. ഉണ്ട്. ഏത് വണ്ടിക്കാണെങ്കിലും നമുക്ക് ഇൻഷുർ ഫുള്ളാക്കി നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും, ലോൺ ചെയ്ത് കൊടുക്കും ഇവിടെ നിന്ന് തന്നെ. ഇത് 2013 മോഡലാണ്. ആൾട്ടോ കേട്ടൺ 1000 cc വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. നിലവിൽ ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 58,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. 4 ടയർ പുത്തൻ ടയറാണ്. ഇവിടെ മാറിയതാണോ? ഇല്ല ഇവിടെ മാറിയല്ല, കസ്റ്റമർ മാറിയതാ. ഒരു 7,000-8,000 കിലോമീറ്റർ ഓടി കാണും ഈ ടയർ. അത്രേ ഉള്ളൂ. 90% മേലെ ടയറുണ്ട് വണ്ടിയിൽ. 90% ടയറുണ്ട് വണ്ടിയിൽ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ ക്വാളിറ്റി വണ്ടി. റീപെയിന്റും കാര്യങ്ങളൊന്നും കയറിയില്ല. റീപെയിന്റ് ഇല്ല നമ്മൾ പറയത്തില്ല. ടച്ചിങ് കാണും, ബമ്പർ ടച്ചിങ്ങും ഒക്കെ കാണും. എന്ന് വെച്ച് ഒരു പീസ് മൊത്തത്തിൽ അടിച്ചിട്ടുള്ള അങ്ങനൊന്നുമില്ല. ഒരു ബമ്പറൊക്കെ ടച്ച് വരുന്ന വണ്ടി 22 വണ്ടിയാലും ഒന്ന് ചെറുതായിട്ട് വരാൻ നമ്മൾ ടച്ച് ചെയ്യും. സ്വാഭാവികം എല്ലാ വണ്ടിയിലും ടച്ചിങ്ങിൽ നമ്മൾ പറയത്തേ ഇല്ല. ചോദ്യം വരുമ്പോൾ 2.25. 2012 മോഡല് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ VDA ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. 74,000 കിലോമീറ്റർ. 74 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഡിസയർ ആണ്, സ്വിഫ്റ്റ് അല്ല. ഡീസൽ 76,000 കിലോമീറ്റർ. എത്രാമത്തെ ഓണർഷിപ്പാ? രണ്ടാമത്തെ ഓണർഷിപ്പ്. ടയർ ബാക്ക് ടയർ കുഴപ്പമില്ലാത്ത ടയറാ. ഫ്രണ്ട് 2 പുത്തൻ ടയർ നമ്മൾ എടുത്തിട്ടായിരുന്ന ടയറാ. ഇവിടെ എടുത്തിട്ടായിരുന്ന ടയറാ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. പിന്നെ ടച്ചിങ് ഉണ്ട് വണ്ടിക്ക്. ചെറിയ ടച്ചിങ് ഒക്കെ ബമ്പറും അവിടെയൊക്കെ ടച്ച് ഉണ്ട്. വൃത്തിയാക്കിയിട്ടേക്ക വണ്ടി. സർവീസ് പോളിസി എല്ലാം വൃത്തിയാക്കി. ഇപ്പൊ സർവീസ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാ. ഓയിലും ഫിൽറ്ററും എല്ലാം മാറി കിടക്കുക വണ്ടി. എത്ര ചോദ്യം? ഇത് വരുമ്പോ 2.25. 3.25. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ 1 ലക്ഷം രൂപ ഇതേപോലെ 1-2 ലക്ഷം രൂപ കുറഞ്ഞു പോയി. എന്തോരം ജനം അവനെ തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാരെ വിളിച്ചെന്ന് പറഞ്ഞത്. പക്ഷേ സംഭവം 2 ലക്ഷം രൂപ താത്ത പറഞ്ഞേക്കുന്നത്. 4,58,000-ന് 2,58,000 രൂപ പറഞ്ഞേക്കുന്നത്. 3.25 വ്യക്തമായിട്ട്. കറക്റ്റ് 3.25 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2023 കാറ് ഫുൾ ഓപ്ഷൻ വണ്ടി. 4x4 ഡീസൽ സിംഗിൾ ഓണർഷിപ്പ്. 10,000 കിലോമീറ്റർ. നോ റീപ്ലേസ്മെന്റ്സ്. 10,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സീറ്റിന്റെ കവർ പോലും ബാക്കിൽ തിളകിയിട്ടില്ല. അത്രയ്ക്കും പുതിയ വണ്ടി. 10 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ ആവുന്നുണ്ട്. പിന്നെ വേറെ അഡീഷണൽ എന്തെങ്കിലും ചെയ്തോന്നുള്ള ചോദ്യങ്ങൾക്കൊന്നുള്ള പ്രസക്തിയില്ല. ടയറൊക്കെ കൊള്ളാം. നല്ല 10,000 ഓടി. സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. കൊള്ളാം. അതിപ്പം 10,000 കിലോമീറ്റർ. അതെ സ്ഥിരം ബ്ലാക്ക് ആണ് നമ്മൾ തോന്നി കാണുന്നത്. ഇതൊരു വെറൈറ്റി കളർ. ഈ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് നോർമൽ ടയർ. ഒന്നും ചെയ്തിട്ടില്ല കസ്റ്റമർ. വണ്ടി സ്റ്റോക്ക് വണ്ടി. എത്ര ചോദ്യം? ഇതിനും 16,500 ചോദ്യം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിൽ ലോൺ വേണമെങ്കിൽ ലോൺ ഇട്ട് കൊടുക്കാം. എന്തും ചെയ്ത് കൊടുക്കാം. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം ഇത്? ഇതൊക്കെ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാമെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ IDV അനുസരിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ട്. കസ്റ്റമർ പ്രൊഫൈലാണ് മെയിനായിട്ട് വേണ്ടത് ഇതിന്. നമുക്ക് വലിയ വണ്ടിയൊക്കെ ആയണ്ടേ. എന്നാലും ഒരു 12 രൂപയൊക്കെ നമുക്ക് ലോൺ എടുക്കാം വണ്ടിക്ക്. 4 രൂപ മിനിമം വേണം. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് പറയാതെ പറ്റത്തില്ല. നമുക്കത് കസ്റ്റമർ ചിലപ്പോൾ സിവിൽ ഉള്ളതും അല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ സിവിൽ സ്കോർ കുറഞ്ഞ കസ്റ്റമർക്ക് ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ലോണിൽ എമൗണ്ട് വ്യത്യാസം വരും. നല്ല കസ്റ്റമർ, നല്ല പ്രൊഫൈലുള്ള ഗവൺമെൻറ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലോണം എടുത്തു കൊടുക്കാം ലോൺ. നമുക്ക് കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം വണ്ടിക്ക്. ഓക്കെ. മൈലേജ് നമുക്കൊരു 12, 13 പ്രതീക്ഷ മതിയാ. കൂട്ടി പറഞ്ഞ തെരുവിളിയൊക്കെ എന്തിനാണ്? കിട്ടുന്നത് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അതെ, അത്രയുള്ളൂ. ഇത് 2012 മോഡൽ ഡിസയർ LDI ആണ്. ബേസ് മോഡലാണ് ഇത്. നമ്മൾ മുമ്പേ കണ്ടത് VDI, ഇത് LDI. രണ്ടും സെയിം 12 വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. നമ്മുടെ പേരിലോട്ട് ഇപ്പോൾ മാറി.
അങ്ങനെ സെക്കൻഡ്. നമ്മുടെ അങ്ങനെ സെക്കൻഡായി കിടക്കുന്ന വണ്ടിയാണ്. ഇപ്പം നമ്മളെ ഇങ്ങനെ പറയുന്നോണ്ട് ചോദിക്കുന്നതാണേ, ഈ ഒരു കസ്റ്റമർ ഇപ്പം ഇവിടെ വന്ന് വണ്ടി എടുക്കുകയാണ്, അപ്പോൾ അയാൾ ഈ വണ്ടിയിൽ സെക്കൻഡ് ഓണർ ആയിരിക്കുമോ തേർഡ് ഓണർ ആയിരിക്കുമോ? ഇനി തേർഡ് ഓണറാ. ഇനി തേർഡ് ഓണർ. തേർഡ് ഓണർ നമ്മുടെ പേര് കിടക്കുന്ന വണ്ടിയാണ്. ഇനി എപ്പോഴും കസ്റ്റമർ സെക്കൻഡ് ഓണർ വണ്ടി പിന്നെ എടുക്കുക തേർഡ് ഓണറാ. പിന്നെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതെല്ലാം ഗവൺമെന്റിന്റെ ഇരിക്കുന്ന ഇതാണ്. ഓക്കെ. നമുക്കൊന്നുമില്ല, നമ്മൾ പേര് മാറാൻ കൊടുക്കുമ്പോഴത്തേ തേർഡ് ഓണർ ആയി വണ്ടി. തേർഡ് ഓണർ ആയി. ഏത് എന്തോ ഓടി ഇത് വരുമ്പോഴത്തേ 85,000 കിലോമീറ്റർ. ഡീസലല്ലേ? ഡീസൽ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ഇരിപ്പുണ്ട്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇതൊരു 3.5. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് ഇതിൽ വലുതായിട്ടൊന്നും കുറയത്തില്ല. ഈ വണ്ടിയിൽ ചെറിയ ഒരു മാറ്റമാണ് ചെയ്ത് നമുക്ക് കസ്റ്റമർ കൊടുക്കാം. അത്ര പറ്റത്തുള്ളൂ. നമുക്ക് വലുതായിട്ട് കുറയാനില്ല വണ്ടിക്കകത്ത്. 2021 മോഡൽ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഇസഡ് വേരിയൻറ്റ്. എത്ര ഓടി? ഇത് 47,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്, ആറ്റിങ്ങ വണ്ടി, ഫാൻസി നമ്പർ 5555 വരുന്ന നമ്പർ. ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻറ്റ് ഇസഡ്. നിലവിൽ റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. ബാക്ക് ഡിക്കിയിൽ താഴ്ഭാഗം മാറിയിട്ടുണ്ട്. ഗ്ലാസ് ഒന്നുമില്ല, ചെറിയൊരു ഒരച്ചിലൊന്നും മാറിയതാണ് വണ്ടി. താഴത്തെ ഭാഗം ആക്സിഡന്റ് ആയിട്ടാണ്? ഒന്നുമില്ല, ആക്സിഡന്റ് അല്ല. ഇതിന്റെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഈ ഒരു പോർഷൻ മാറിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്പർ പ്ലേറ്റ് ഭാഗങ്ങൾ അതായാലും മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസ് മാറിയിട്ടുണ്ട്. നിലവിൽ 4 പുത്തൻ ടയറാണ്. കമ്പനി സർവീസ് കഴിഞ്ഞ് കിടക്കുവാണ്. എത്ര ഇത് മൈലേജ് കാര്യങ്ങൾ? ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് മൈലേജ് ആയിട്ട് ഇപ്പം 15-14ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ. വേറെ എന്തെങ്കിലും അപാകത ഉണ്ടാവുന്നില്ല? വേറെ ഒന്നുമില്ല. ഇല്ല, ഒരു അപാകതയില്ല. എത്ര ചോദിക്കുന്നത്? ഒരു 30,50,000. പെട്രോൾ അല്ലേ? ഡീസലാണ്. ഡീസൽ വണ്ടി. ഇത് ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് എന്തുണ്ട്? ഇത് 35,000 വില ഉണ്ട്. ഇസഡ് വേരിയന്റിന് ഓരോ വേരിയന്റ് അനുസരിച്ചാണ് അതിന്റെ വില. ഇതെങ്ങനെയാണ്? താറിന് പറഞ്ഞ പോലെയാണോ ഇറക്കുന്ന സൗകര്യം? വണ്ടി ഇറക്കുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഷുറൊക്കെ 22 ലക്ഷമൊക്കെ IDV ഉള്ള വണ്ടിയാണ്. 22-23 IDV ഉള്ള വണ്ടിയാണ്. പിന്നെ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്കൊരു ഫസ്റ്റ് ഒരു 5-6 രൂപ അടയ്ക്കേണ്ടി വരും വണ്ടി. എന്നാൽ അത്രയും വണ്ടി വില ഉണ്ട്. 2009 മോഡൽ 10 രജിസ്ട്രേഷൻ ഓൾട്ടോ LXi സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെൻസ് അങ്ങനെയായിട്ടൊന്നുമില്ല വണ്ടി. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടി? കിലോമീറ്റർ ഒക്കെ 10-90 ഓടിയിട്ടുണ്ട്. 90,000 ഓടിയിട്ടുണ്ട്. ആവറേജ് ഇന്റീരിയർക്ക് ഒരു ആവറേജ്. ഭയങ്കര ജസ്റ്റ് എടുത്ത് ഓട്ടിച്ച് പഠിക്കുക എന്നുള്ള പർപ്പസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഓട്ടിച്ച് പഠിക്കാനല്ല, ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയറൊക്കെ ഭയങ്കര ക്വാളിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഇല്ല വണ്ടിക്ക്. ബോഡിയൊക്കെ നല്ല ഇതായിട്ട് കിടക്കണം. ഇന്റീരിയറൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ ചൂടൊക്കെ നല്ലതാണ്. സീറ്റ് കവറൊക്കെ ഒന്ന് മാറി വൃത്തിയായി കഴിഞ്ഞാൽ വണ്ടി നല്ലതാണ്. 9 മോഡൽ 10 രജിസ്ട്രേഷനാണ്. ടയർ ബാക്ക് ഫ്രണ്ട് നല്ല ടയറാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. ഓടാൻ നല്ല ടയറാണുണ്ട്. വേറെ പ്രത്യേകിച്ച് റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 1.20. ഇത് ലോൺ സൗകര്യം കിട്ടും? ഇത് ലോണില്ല. 2009 മോഡൽ. 9 മോഡൽ. അപ്പൊ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ? പേപ്പറൊക്കെ നമുക്ക് തീരുന്ന ജനുവരി തീരും വണ്ടി. ഈ വരുന്ന ജനുവരി തീരും. അതിന് പേപ്പർ എടുക്കണം. നമുക്ക് ഈ വണ്ടിയിൽ എന്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വണ്ടി വില. ഇപ്പം 10 വണ്ടിയൊക്കെ ചോദിക്കുന്ന 160, 150ഒക്കെയാണ്. നമുക്ക് ഇതിൽ അതിൻ്റെ പേപ്പറിൻ്റെ കുറച്ചിട്ടുണ്ട് നമ്മൾ. അതാണ് ഇട്ടേക്കുന്നത്. LXi ആണ് വണ്ടി. ഒരു പേപ്പർ വരുമ്പോഴത്തേക്കും ടാക്സ് ഇൻഷുർ നമ്മൾ എടുത്തു കൊടുക്കും. ടെസ്റ്റിൻ്റെ ഫീസ് ടാക്സ് ഒരു 600-500 വരും. പിന്നെ പെയിന്റ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ പെയിന്റ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ടച്ചും പോളിഷും എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കാൻ 4 ടയറുണ്ട്. ഇങ്ങനെ കൊണ്ട് കാണിക്കാം വണ്ടി. ടാക്സ് എടുക്കുക. നിങ്ങളെ അന്ന് ടെസ്റ്റിൻ്റെ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ 2000-2200 ടെസ്റ്റിൻ്റെ ഫീസ് വരും. ഏജന്റിന്റെ ഫീസും കൂടെ ചേർത്ത് കൊണ്ട് കാണിക്കുക. ടെസ്റ്റ് ഇറക്കിക്കൊണ്ട് വരും വണ്ടി. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. 2010 മോഡൽ i10 ഓട്ടോമാറ്റിക് ആണ്. സ്പോർട്സ് ആണ് വണ്ടി. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 52,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഒക്കെ 3 ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഇന്റീരിയർ ഒക്കെ നല്ല പക്കാ നീറ്റ്. റീപ്ലേസ് ഒന്നുമില്ല. ഒരു വീട്ടിൽ ഫസ്റ്റ് 2 വീട്ടിൽ ഒരുമിച്ച് ഉപയോഗിച്ച വണ്ടിയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറിക്കളഞ്ഞ വണ്ടി. ഒരാവശ്യമില്ലാത്ത പരിപാടിയാണെങ്കിൽ 2 പേര് മാറിക്കളഞ്ഞ അങ്ങനെയൊക്കെയാണ് ഈ 3 ഓണർഷിപ്പ് ആവുന്ന വണ്ടി. പിന്നെ ഇപ്പം ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് പേര് മാറാതെ ഒരു വണ്ടി പുറത്തു പോകത്തില്ല. ടയറൊക്കെ നല്ല ടയറാണ്. 4 അലായ് വീലാണ്.
റീപ്ലേസ് ഒന്നുമില്ല, പെയിൻറ്റിങ് ചെയ്തിട്ടില്ല വണ്ടി, കമ്പനി പെയിൻ്റാണ്. ടച്ചിങ് ഒക്കെ ഉണ്ട്. അത് ഇത്രയും പഴക്കം വരുമ്പോൾ അത് ടച്ചിങ് ഒക്കെ അവിടെ ഇവിടെ ഓരോ കളറൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. കളർ വ്യത്യാസമുള്ള അടിച്ച് വൃത്തികേടാക്കിയിട്ടുള്ള പെയിൻ്റ് ഒന്നുമല്ല, നല്ല വൃത്തിക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 2.4. 2.25 ചോദ്യം. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ. അപ്പോൾ ഒരു മൈലേജ് 12-13 അതൊക്കെ നോക്കിയാൽ മതി. 2022 മോഡൽ കേട്ടൻ ഓട്ടോമാറ്റിക് ആണ്. ഇത് വരുന്നത് 4000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXI 2022 കേട്ടൻ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടി. കസ്റ്റമർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, മാറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ട സൈഡ് ബീഡിങ്, റെയിൻ ഗാർഡ് എന്നിവയെല്ലാം ചെയ്തിട്ടുണ്ട്. ക്രോം തന്നെ ചെയ്തിട്ടുമുണ്ട് കസ്റ്റമർ. അത്യാവശ്യം വേണ്ട പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട് അല്ലേ? 2 ഡോർ പവർ ഉണ്ട്. സൈഡ് ബീഡിങ് എല്ലാം ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് വണ്ടിക്കകത്ത്. എത്ര ചോദ്യം? വരുമ്പോൾ 5000 രൂപ. 5.5. ഇറങ്ങിയപ്പോൾ എന്തായിരിക്കും? ഇറങ്ങി വരുമ്പോൾ 680 വരും. 680. ഇത് 2022-23 രജിസ്ട്രേഷൻ കേട്ടനാണ്. മാനുവൽ വണ്ടിയാണ്. 8000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇത് വരുമ്പോൾ കസ്റ്റമർ സീറ്റ് കവറും മാറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഇപ്പം റീപ്ലേസ്മെന്റ്സ് ഇല്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് വരുന്നില്ലെന്നാണ് പരാതിയല്ലേ? അതായത് നമ്മളിപ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ കടക്കാർ കള്ളം പറയുന്നു എന്നുള്ളതാണ് അവർ പറയണത്. ഇതിപ്പം നമുക്ക് ഇത് നേരെ കൊണ്ടുചെന്ന് ഹിസ്റ്ററി എടുക്കാൻ വണ്ടി. അല്ല, സംഭവം എന്ന് പറഞ്ഞാലേ റീപ്ലേസ് ഉണ്ടായിട്ടും ഇല്ല. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എടുക്കാൻ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റീപ്ലേസ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഈ സ്ഥാപനത്തിൽ നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ജെനുവിൻ തന്നെയല്ലേ? ഒരു മാറ്റം നമുക്ക് ഇതിനെ കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇന്നോ ക്രിസ്റ്റയൊക്കെ നമുക്ക് ഒന്നും ഇല്ലെന്നങ്ങ് പറയാം, വെട്ടി തുറന്ന് പറയായിരുന്നു. റീപ്ലേസ് ഉള്ള വണ്ടി ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു ഗ്ലാസിൻ്റെ പൊട്ടലോ ഇതിൻ്റെ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിന് റീപ്ലേസ് ഉണ്ട് എന്ന് പറയാം. ഇത് റീപ്ലേസ് ഇല്ല, മൊത്തം വണ്ടിയിലില്ല. അതുകൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ പറയും. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 5 രൂപ. 5 രൂപ ചോദ്യം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ വണ്ടിയാകാം. ഇത് 2021 എസ്പ്രസോ VXI പ്ലസ് അല്ല, VXI ആണ്. നോർമൽ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് വരുന്ന വണ്ടിയാണ്. നോർമലി വരുന്ന കസ്റ്റമർ സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല, സീറ്റ് കവറും മാറ്റൊന്നും ചെയ്തിട്ടില്ല. കമ്പനി ഇറങ്ങി കണക്ക് നിൽക്കുകയാണ് വണ്ടി. 9000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഇതിൻ്റെയും കവറൊന്നും പൊടിച്ചിട്ടില്ല? ഇല്ല, ബാക്ക് കവറൊന്നും അങ്ങനെ ഒന്നും കസ്റ്റമർ യൂസ് ചെയ്തിട്ടില്ല വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല, പെയിൻറ്റ് ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി. 9 ഓടിയ ടയർ, അപ്പം നല്ല ടയർ വണ്ടി, ഒന്നുമില്ല, വൃത്തിയാണ്. VXI വണ്ടി. നല്ല ടയേഴ്സാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 5 രൂപ, 5 ലക്ഷം. 5 സെയിം മറ്റേ തന്നെ. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുമല്ലോ? ചെറുതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. വരും. ഇത് 2013 മോഡൽ ഡസ്റ്റർ ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, 2 എയർ ബാഗ്, ABS എല്ലാം വരുന്ന വണ്ടി. മിഡിലാണോ? ഏതാണ് ഓപ്ഷൻ? മിഡിൽ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പാണ്. കസ്റ്റമർ സെക്കൻഡ് ഓണർ കസ്റ്റമർ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമറാണ്. വേറെ അപകടങ്ങളൊന്നുമില്ല. പെയിന്റ് ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ആ പെയിന്റ് ടച്ചിങ് ഇല്ലെന്നുള്ളത് കാണുമ്പോൾ വണ്ടിയുടെ ഈ ബ്ലാക്ക് കളറിനകത്ത് നമ്മുടെ മുഖം കാണാൻ പറ്റും. അതെ. എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന പെയിന്റ്, രണ്ടാമത് അടിക്കുന്ന പെയിന്റ് കുറഞ്ഞതാണെങ്കിൽ പിന്നെ അത് പോയി കാര്യം. ആ കളറെ ആ ഭാഗത്തെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ബ്ലാക്ക് കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം എടുത്തറിയുമ്പോഴേ വണ്ടിയുടെ പെയിന്റിന്റെ ക്വാളിറ്റി മനസ്സിലാവും. പെയിന്റ് ടച്ചിങ് ഒന്നുമില്ല വണ്ടി. എത്ര ചോദ്യം? ഇത് 4.25. ഇത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാം. ഈ വണ്ടി നല്ല ടയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുവാണ്. 93,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി. ഡീസൽ അല്ലേ? ഡീസൽ. മൈലേജ് എങ്ങനെ ആയിരിക്കും? മൈലേജ് ഒക്കെ ഒരു 16-17 മൈലേജ് ആ റേഞ്ച്. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വാഗണർ VXI സിംഗിൾ ഓണർഷിപ്പ്, 22,000 കിലോമീറ്റർ. സീറ്റ് കവറും മാറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. 19 മോഡലാണ്, 20 രജിസ്ട്രേഷൻ ആണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം. വണ്ടിക്കൊക്കെ ഓക്കെ.
ടയേഴ്സ് കൊള്ളാം. 22,000 ഓടിയ ടയർ, സ്പോയിലർ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇതൊരു 5,400,000, 5,25,000 രൂപ. 5,25,000. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി, വൈറ്റ് കളർ, നല്ല വണ്ടി. എത്ര എണ്ണം നമുക്ക് ഇറക്കാൻ പറ്റും? ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 70 റേഞ്ച്. 70. ഇത് 2017 മോഡൽ ഡിസയർ ഓട്ടോമാറ്റിക് VXI പെട്രോൾ വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ. 2017 വണ്ടി, 47,000 കിലോമീറ്റർ. ഇത്ര ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ, നോ റീപ്ലേസ്മെൻറ്റ്സ്. നല്ല വണ്ടി, 4 ടയർ നല്ല ടയറാണ് കിടക്കുന്നത്, പുത്തൻ ടയറാണ് കിടക്കുന്നത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം നല്ല വൃത്തിക്ക് കിടക്കുക. വണ്ടി മൊത്തത്തിൽ നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത്, കുഴപ്പമില്ല. ടയേഴ്സൊക്കെ അടിപൊളി ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? വരുമ്പോൾ 5,40,000 രൂപ. 5,40,000. ഡീസലല്ലേ? ഡീസലല്ല, പെട്രോളാണ്. VXI വണ്ടി. ഓക്കെ. ഇത് വരുമ്പോൾ 5,40,000 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വില കസ്റ്റമർ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 2023 വാഗണർ VXI 1 ലിറ്റർ. സീറ്റ് കവറും മാറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ല. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. 6,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഒരു പെയിന്റ് പോലും ടച്ച് ചെയ്തിട്ടില്ല വണ്ടി. 6,000 കിലോമീറ്റർ പറയുമ്പോൾ പിന്നെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ടോപ്പാണോ? ടോപ്പ് വേരിയൻ്റ് അല്ല, VXI രണ്ടാമത്തെ ഓപ്ഷൻ. എന്നിട്ട് 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വണ്ടി. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരും. പ്രോഗ്രാം ചെയ്തിട്ടില്ല, പ്രോഗ്രാം ചെയ്യണം കസ്റ്റമർ. ഫ്രണ്ട് ക്രോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് വണ്ടിക്ക്. എത്ര ചോദ്യം? വരുമ്പോൾ 6,400,000, 25,000 രൂപ ചോദ്യം. ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട്? വരുമ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 7,00,000 രൂപയ്ക്ക് അപ്പിച്ച് വിലയുണ്ട്. ഈ 6,400 പറയുന്നതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തില്ലയോ? ചെയ്യും. കസ്റ്റമർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോദിക്കുമ്പോൾ കസ്റ്റമറുടെ ബാർഗൻ ചെയ്യുമല്ലോ നമ്മുടെ അടുത്ത്. ഒരു ബാർഗനും വരും, അത് നോക്കി കണ്ട് നമ്മൾ ഇട്ടേക്കുവാണ്. അപ്പം നമുക്കുള്ളൊരു ബഡ്ജറ്റിൽ വണ്ടി വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കും. നമ്മുടെ ഒരു ബഡ്ജറ്റ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ബഡ്ജറ്റിൽ കസ്റ്റമർ ഒതുങ്ങി വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കും വണ്ടി. ഓക്കെ. ഇത് 2021 മോഡൽ ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസലാണ്, പെട്രോൾ അല്ല, ഓട്ടോമാറ്റിക് വണ്ടി. അപ്പോൾ മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? ഒരു 20-21 മൈലേജ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്രയും കിട്ടും. പെട്രോൾ വണ്ടിക്ക് അത്രയൊന്നുമില്ല. പെട്രോൾ വണ്ടിക്ക് അതിലും അതിൻ്റെ നേർ പകുതി 12 കിട്ടും. ആ റേഞ്ചേ ഉള്ളൂ. ഉള്ളൂ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലായി വീല് ചെയ്തിട്ടുണ്ട്. രണ്ടാം ചെയ്തേക്കുന്നതാണ് അലായി വീലൊക്കെ. ഇത് ഈ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ രണ്ടാമത് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ നല്ല ടയറുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? 16,000. ആ ഓടി ടയർ തന്നെ അല്ലേ? ഓടി ടയർ. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റ്സും ഇല്ല, ഒരു പെയിന്റ് ടച്ചിങ്ങും ഇല്ല. നല്ല വണ്ടി. അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ വണ്ടിയാണ്, പെട്രോൾ അല്ല. നല്ല അത് എടുത്തെടുത്ത് പറയുന്നതുകൊണ്ടാണ്. പെട്രോൾ വണ്ടിയാണ് ചിലപ്പോൾ നമ്മളടുത്ത് ആള് തെറി വിളിക്കും, നിങ്ങൾക്ക് ഇത്രയും വില എന്തോടാൻ ചോദിക്കും. നമ്മൾ എടുത്ത ഡീസൽ വണ്ടിയാണെന്ന് പറയുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 9,70,000, 9,70,000. 9,70,000. അപ്പൊ എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഒരു രൂപ. 5 വർഷം ലോൺ സൗകര്യം. 5 വർഷം ലോൺ ചെയ്തു. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. 6,000 കിലോമീറ്റർ 4,000 കിലോമീറ്റർ ഒക്കെ ഓടിയ നല്ല ഒന്നാന്തരം നല്ല പുളപ്പം വണ്ടി, പുത്തൻ വണ്ടികളാണ് കിടന്നിരുന്നത്. ഇന്നോവയ്ക്ക് മാത്രം ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അത്യാവശ്യം എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. റീപ്ലേസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി റീപ്ലേസ് ഇല്ല എന്ന് പരാതി പറയണ്ട. നമ്മൾ അതായത് ഇപ്പം പോകുന്നിടത്ത് ഞാനും പറയാറില്ല റീപ്ലേസ് മറച്ചു വെക്കണമെന്ന്, അവരും പറയാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അഥവാ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഷോപ്പിൻ്റേതായ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. കാരണം ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് അങ്ങനെ ഒരു കാര്യം ഇന്ന് പറഞ്ഞത്. അപ്പം റീപ്ലേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റീപ്ലേസ് ഉണ്ട്, അത് മാക്സിമം കാണിച്ചു തരാൻ തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല കുറേ വണ്ടികളുമായിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ.